ഗോഡ്. ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരിയധികം പരിചയമായിട്ടുള്ളൊരു ബൈബിൾ ഭാഗത്തെക്കുറിച്ചാണ്. ധനവാനായ മനുഷ്യൻ ലാസറിൻ്റെ കഥ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് ഒരു നല്ല വീടുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, ഉടുക്കാൻ നല്ല ഉടുപ്പുകളുണ്ടായിരുന്നു, കഴിക്കാൻ 3 നേരം ആഹാരം കിട്ടി, നല്ല അടിച്ചുപൊളിച്ച് അടിപൊളിയായിട്ട് ജോളിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതേസമയം തന്നെ ആ ധനവാനായ മനുഷ്യൻ്റെ തൊട്ട് ഗേറ്റിൻ്റെ പുറത്ത് തന്നെ, വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ ഒരു ലാസർ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വെച്ചാൽ ലാസറിന് ഒരു വീടില്ല, ഒരു ഉടുപ്പില്ല, ഒരു ജോലിയില്ല, പണമില്ല, കഴിക്കാൻ ഒരു നേരത്തെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആഹാരം പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പലപ്പോഴും തോന്നാറുണ്ടായിരിക്കും ഈ ധനമായ മനുഷ്യൻ ഒന്ന് മനസ്സ് വയ്ക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ലാസർ രക്ഷപ്പെട്ടേനെ എന്നുള്ളത്. എപ്പോഴും വീടിൻ്റെ പുറത്തോട്ടും അകത്തോട്ടും കയറി വരുമ്പോഴും എല്ലാം എപ്പോഴും ലാസർ അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ, ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ധനവാനായ മനുഷ്യൻ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ലാസർ മരിക്കും. ലാസർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് ലാസറിനെ തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അബ്രാഹത്തിന്റെ വലതുഭാഗത്ത് നിർത്തുമെന്നുള്ളത്. കുറച്ചധികം നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ധനവാനായ മനുഷ്യനും മരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധനവാനായ മനുഷ്യൻ നേരെ നരകത്തിലേക്കാണ് പോയി. അപ്പോഴത്തേക്കും നരകത്തിൽ നിന്ന് മേലോട്ട് നോക്കിയപ്പോഴത്തേക്കും സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നുണ്ട് ലാസർ അബ്രാഹത്തിന്റെ വലതുവശത്ത് ഇരുന്നുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് തൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ഇത്രമാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെല്ലാവർക്കും ഓരോരോ സമ്പത്തുകളുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലെങ്കിൽ പോലും കുറേ അധികം വേറെ ഏരിയാസിൽ കുറേ അധികം സമ്പത്തുകൾ കാണുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പഠിക്കാൻ ക്ലാസ്സിൽ വേണേൽ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള കഴിവുള്ള കുട്ടി കാണും, അല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ള കുട്ടി കാണും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും പറയാനും ഒക്കെ ഒത്തിരിയധികം കഴിവുകളുള്ള കുട്ടികൾ കാണും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമ്പത്തുകളുണ്ട്. നമ്മൾ പക്ഷെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോകത്ത് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ സമ്പത്തും ഈ കഴിവുകളും എല്ലാം കൂടെ നമ്മൾ ഈ ലോകത്തിൽ എത്ര നാൾ ജീവിക്കുന്നോ അത്ര നാൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വർഗത്തിലേക്ക് പോകും, നരകത്തിലേക്ക് പോകും എന്ന് പോലും നമുക്ക് പോലും അറിയാം. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് വേണം നമുക്ക് ഈ കഴിവുകളും ഈ സമ്പത്തുകളെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കിട്ടിയേക്കുന്ന സമ്പത്തും കഴിവുകളും എല്ലാം നമ്മുടെ അപ്പൻ്റെ ദാനമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിൻ്റെ പുറകിലോട്ടൊക്കെ ചിന്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് കുറേ അധികം സിറ്റുവേഷൻസ് വന്ന് കാണും. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അവോയ്ഡ് ചെയ്ത് പോയ പല സിറ്റുവേഷൻസ് കാണും. നമ്മൾ എത്രയോ അധികം ലാസർമാരെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി കാണും എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഇത്ര മാത്രം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി തൊട്ട് നമ്മൾ മുന്നോട്ടുള്ള ജീവിതം നയിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കിട്ടിയേക്കുന്ന സമ്പത്തുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, വേറെ ആൾക്കാർക്ക് വേണ്ടി അത് യൂസ് ചെയ്തുകൊണ്ട്, വേറെ ആൾക്കാരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ട്, ഈ ലോകത്തിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തുകളും കൊണ്ട് നമ്മുടെ ഈശോനെ മഹത്വപ്പെടുത്തിയിട്ട് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ.